I'm Deepa S. Manikar here. You can see this thing address. This is my address, permanent address, my own house. 690510 എല്ലാം നിങ്ങൾക്ക് കാണാം. ഇതാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഡിവോഴ്സ്ഡ് ആണ്. ഒരു ബിജുപി എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരവനെയാണ് കല്യാണം കഴിച്ചത് നമ്മൾ 2002. ഞാൻ LLB ഹോൾഡറാണ്. അവനും അഡ്വക്കേറ്റ് ആയിരുന്നു. അവൻ നമ്മുടെ സ്വത്തുക്കളെല്ലാം നശിപ്പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 103 പവനും എൻ്റെ കാറും എല്ലാം നശിപ്പിച്ച്, പിന്നെ ഇപ്പം എനിക്ക് 146 സെൻറ്റ് സ്ഥലവും ഈ വീടും ഉണ്ട്. ഇനി ഇതേലിങ്ങനെ നോട്ടവിട്ട് ഇവൻ ബന്ധം ഒഴിഞ്ഞെങ്കിലും പല നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെ വെച്ച് ഇവനിങ്ങനെ അങ്ങ് നടക്കുകയാണ്. പിന്നെ ഇവൻ്റെ വേറൊരു ഒരുത്തിയുണ്ട്, ഇതുപോലെ നമ്മളെ പീഡിപ്പിക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നവരെ നമ്മൾ പറഞ്ഞു വിട്ടു. ഒരു രാജമ്മ എന്നാണ് അവരുടെ പേര്. ഇവരും ഇങ്ങനെ നടക്കുകയാണ്, നമ്മളെ പീഡിപ്പിക്കാനായിട്ട് നടക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. ഇങ്ങനെ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അപ്പം കുറേ ആൾക്കാരിങ്ങനെ വളഞ്ഞു വെച്ച് നമ്മളെക്കുറിച്ച് കഥകളുണ്ടാക്കുക. ആരാണ്ട് ഇവിടെ വരുന്നത് നിങ്ങളിപ്പം കണ്ടു, ഒരാളും വരുന്നില്ല. നമ്മുടെ ഇങ്ങനെ ഗേറ്റേ വന്ന് പിടിക്കുക, പോവുക, ഇങ്ങനെ പലരും ഇങ്ങനെ വരിക, പിടിക്കുക, ഇതുവഴി ഇങ്ങനെ നടന്നേച്ച് ഇങ്ങോട്ട് വരുന്നതാണ് കഥയുണ്ടാക്കുക. അങ്ങനെ പല പല കഥകളും തോന്നലുകളും ഇവർക്ക്. നമ്മളെപ്പോഴും ഇവിടെയാണ്, നിങ്ങൾ കാണുന്നുണ്ട്. ഒരു ഇതാണ് SNDP ബിൽഡിങ്. അപ്പം ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് ലൂട്ടേഴ്സാണ് ഇവന്മാർ. ഇങ്ങനെ ഒരു ജോലിക്കും ഇവന്മാരൊന്നും പോകത്തില്ല. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ ഇരുന്നിട്ട് സുഖമായിട്ടിരിക്കുക. ഇങ്ങനെ നല്ല നല്ല പൈസ എവിടെ നിന്നാണെന്നൊന്നും അറിയത്തില്ല. എന്നിട്ട് പിന്നെ ആളുകളെ പറ്റിക്കുകയും. ഈ വാസുദേവൻ എന്ന് പറയുന്നവൻ ഒരു കൊലപാതകയാണ്. അവൻ നമ്മുടെ ഗേറ്റിലങ്ങ് വന്ന് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഒന്നും അവൻ വരേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓരോ കഥകളുണ്ടാക്കാനായിട്ട് അങ്ങ് തുനിഞ്ഞങ്ങ് ഇറങ്ങിയിരിക്കുക. ഇവൻ 20 വർഷത്തിൽ കൂടുതൽ ഇവൻ ജയിലിൽ കിടന്ന ഇവനെ ഒന്നും ഇവിടെ ഒന്നും കയറ്റേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒത്തിരി കാര്യങ്ങൾ ഇവൻ ഇതാക്കിയതാണ്. പിന്നെ എന്നെ വെച്ച് ഞാൻ LLB MBA പഠിച്ചാണ്. നമ്മൾ എവിടെ ജോലിക്ക് പോയാലും അത് തടയുക. നമ്മൾ കാനഡയ്ക്ക് പോകാൻ വർക്ക് വിസയ്ക്ക് കൊടുത്ത് അതും എല്ലാം തടഞ്ഞു വെക്കുക. അങ്ങനെ പല പല രീതിയിലുള്ള ശല്യമായിട്ട് മാറിയിരിക്കുക ഇവന്മാർ. നമ്മൾ ആരെ വിളിച്ചാലും അവരെ ഇതാക്കും, മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്കെതിരെ ഇതാക്കുക. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയാൽ അവിടെയും വരും, അവിടെയും ഇതാക്കി നമുക്കെതിരെ ലേസർ അടിക്കുക. അങ്ങനെ പല പല വേലകളാണ്. നമ്മുടെ തലയിലോട്ട് ലേസർ, നമ്മുടെ മുഖം ഇങ്ങനെ വീർപ്പിക്കാൻ വേണ്ടിയിട്ടും, ഇങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ കിഡ്നിയിലോട്ട് ലേസർ അടിക്കുക. ലേസർ അടിക്കുമ്പോൾ വാട്ടർ റിറ്റൻഷൻ ഉണ്ടാകും. നമ്മുടെ കിഡ്നിയാണ് നിങ്ങൾക്കെല്ലാം വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന, എക്സസ് വാട്ടർ, വേസ്റ്റ് വാട്ടർ കളയുന്നത്, പ്യൂരിഫൈ ചെയ്ത് കളയുന്നത്. അതെല്ലാം നമ്മുടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതടിക്കുമ്പം കിഡ്നി പ്രോപ്പറായിട്ട് വർക്കാവാത്തതുകൊണ്ട് വേസ്റ്റ് വാട്ടർ പോകാതെ നമ്മുടെ ദേഹത്ത് ഇത് അടിഞ്ഞിട്ട് നമ്മുടെ മുഖമൊക്കെ വീർപ്പിക്കുക, എന്ന് വെച്ചാൽ നമ്മുടെ മുഖ ഷേപ്പ് മാറ്റുക. അങ്ങനെ പല പല വേലകളാണ്. പിന്നെ നമ്മുടെ മുഖ ഷേപ്പ് കുറഞ്ഞിരിക്കുമ്പം പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് പറയുക. അങ്ങനെ പല പല വേലകളുണ്ട്.